നമസ്കാരം. ആരോഗ്യ ചികിത്സാ രംഗത്തെ നൂതന വിശേഷങ്ങളുമായി ആരോഗ്യം ആനന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വൃക്കാരോഗങ്ങൾ ബാധിച്ചാൽ ഡയാലിസിസ് മാത്രമല്ല പോംവഴി. ഫലപ്രദമായ മറ്റു ചികിത്സാ രീതികളും ഉണ്ടെന്ന് ഓർക്കണം. ഇനി വൃക്ക തകരാറിലാകാൻ കാരണങ്ങൾ പലതുണ്ട്. അതിൽ പെട്ടെന്നുണ്ടാകുന്ന വൃക്ക തകരാറുകളുണ്ട്. കാലാകാലങ്ങളായി വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന അവസ്ഥയുമുണ്ട്. എന്തൊക്കെയാണവ? ആരോഗ്യം ആനന്ദത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നയന വിജയാണ്. നമുക്ക് കേൾക്കാം എന്താണ് വൃക്കാരോഗത്തെ പറ്റി പറയാനുള്ളതെന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന വൃക്കരോഗത്തെ പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വൃക്കകളുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞാൽ വളരെ ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്ന് വേസ്റ്റ്, അധികമായ വെള്ളം മുതലായവ ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു ഫിൽട്രേഷൻ മെംബ്രെയിൻ അഥവാ അരിപ്പ ഇതായിട്ടാണ് കിഡ്നികൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ, സോഡിയം, പൊട്ടാഷ്യം മുതലായ അയോണുകൾ എന്നിവ മൂത്രത്തിലൂടെ നഷ്ടപ്പെടാതെ നോക്കുന്നതിലും കിഡ്നികൾക്ക് പങ്കുണ്ട്. പലപ്പോഴും മൂത്രത്തിലൂടെയുള്ള പ്രോട്ടീൻ ലോസ് 150 മില്ലിഗ്രാമിൽ താഴെ നിൽക്കേണ്ട പ്രോട്ടീനുകൾ 3000 മില്ലിഗ്രാം, അതായത് 3.5 ഗ്രാമിൽ അധികമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതിനെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പ്രൈമറി, സെക്കൻഡറി എന്ന് നമുക്ക് തിരിക്കാവുന്നതാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ വൃക്കകളുടെ തകരാറ് മൂലം ഈ അരിക്കുന്നതിലൂടെ പ്രോട്ടീനുകൾ അധികമായി പോകുന്നതിന്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായി ഇൻഫെക്ഷനുകൾ, മലേറിയ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അണുബാധ, മരുന്നുകളുടെ ഉപയോഗം, അനാൽജസിക്സ്, പെയിൻ കില്ലേഴ്സ്, നാട്ടുമരുന്നുകൾ, ചില ക്യാൻസർ കീമോ മെഡിക്കേഷൻസ് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, അതായത് വാദത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ വാദത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടും ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായും ഈ കിഡ്നിയിൽ നെഫ്രോട്ടിക് സിൻഡ്രോം വരാറുണ്ട്. പലപ്പോഴും പല ക്യാൻസറുകളും നെഫ്രോട്ടിക് സിൻഡ്രോം എന്തുകൊണ്ട് വന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിച്ച അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഈ അസുഖത്തിൻ്റെ കുറിച്ച് അറിയുന്നതിൻ്റെയും അതിൻ്റെ ചികിത്സ എന്തുകൊണ്ട് അത്യാവശ്യം എന്നാൽ, ചികിത്സിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രോട്ടീനുകൾ ലീക്കായി കിഡ്നികൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ക്രോണിക് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറയും. രണ്ടാമതായി, ഈ പ്രോട്ടീനുകൾ ശരീരത്തിൽ നിന്ന് പോകുന്നതിൻ്റെ പാർശ്വഫലമായി ശരീരത്തിൽ പല കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീനുകളായതുകൊണ്ടും ഇതിൻ്റെ വ്യതിയാനം വരുന്നതുകൊണ്ടും തലച്ചോറിൽ, ഹൃദയത്തിൽ, കുടലിൽ, കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകൾ, കാലിലേക്കുള്ള രക്തക്കുഴലുകളെല്ലാം ക്ലോട്ടിംഗ് വന്ന് പ്രവർത്തനരഹിതമായി പോകുന്ന അവസ്ഥ വരാറുണ്ട്. രണ്ടാമതായി ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തസമ്മർദ്ദം, ഹാർട്ടിന് കംപ്ലൈൻറ്റ്. ഇതിനു പുറമെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി പ്രോട്ടീനുകളിലൂടെ ആയതിനാൽ പേഷ്യൻസിന് സിവിയറായ കടുത്ത അണുബാധകളും വരാറുണ്ട്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്രത്തിലൂടെ പ്രോട്ടീനുകൾ പോകുമ്പോൾ പലപ്പോഴും രോഗികൾ നമ്മളോട് തന്നെ പറയാറുണ്ട്, മൂത്രം പതഞ്ഞു പോകുന്നതായി കാണാം. രണ്ടാമതായി, പ്രോട്ടീനുകൾ നഷ്ടപ്പെടുമ്പോൾ ശരീരം നീര് വയ്ക്കും. കാലുകൾക്ക്, കണ്ണിന് ചുറ്റും, അല്ലെങ്കിൽ സ്റ്റേജുകൾ കൂടുമ്പോൾ ശരീരം മുഴുവനായി നീര് വെച്ച് വരുന്ന അവസ്ഥയും വരാറുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നതായി മൂത്രത്തിൽ പ്രോട്ടീനുകളുടെ അളവ്, അതായത് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ, അല്ലെങ്കിൽ 24 മണിക്കൂർ നേരം മൂത്രം കളക്ട് ചെയ്ത് വെച്ച് അതിൽ പ്രോട്ടീനുകളുടെ അളവ് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇതിന് പുറമേ തന്നെ രക്തത്തിൻ്റെ ടെസ്റ്റുകൾ, എന്തുകൊണ്ട് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം വരുന്നതെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. പലപ്പോഴും ഇതിൻ്റെ കാരണം അറിയാനും അതിൻ്റെ തീവ്രത അറിയാനും കിഡ്നി ബയോപ്സി വരെ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട്. ബയോപ്സി ചെയ്യുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള കിഡ്നിയിലെ ചെറിയ സാമ്പിൾ നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ നെഫ്രോളജിസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ അസുഖത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ചികിത്സയായി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്. അതായത് നീര് വരാതിരിക്കാനുള്ള മരുന്നുകൾ, അതിന് കൂടെ തന്നെ പ്രോട്ടീൻ പോകുന്നതിനെതിരെയുള്ള ആൻറ്റി പ്രോട്ടീനുറിക് മെഡിസിനുകൾ. മൂന്നാമതായി, ഇതിൻ്റെ കാരണം എന്താണോ പ്രൈമറി കാരണത്തിനെ ചികിത്സിക്കാനായിട്ടുള്ള മെഡിസിനുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ അസുഖത്തിനെ കുറിച്ച് ഇത്രയും പറയുന്നതിൻ്റെ കാരണം എന്തെന്നാൽ, പലപ്പോഴും നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഈ ചികിത്സയും കൊണ്ട് എത്തുമ്പോഴേക്കും പല സ്ഥലത്തു നിന്നും ഈ മരുന്നുകൾ പല കോമ്പിനേഷനുകളിൽ തെറ്റായും എല്ലാം ഉപയോഗിച്ച് പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, ഒന്നെങ്കിൽ കിഡ്നി തകരാറിലായോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനിലൂടെയാണ് നമ്മളുടെ അടുത്ത് പേഷ്യൻസ് എത്താറുള്ളത്.
പക്ഷേ കൃത്യമായി ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് വന്ന് ഇതിന് ചികിത്സ എടുത്താൽ ഇതിൽ ഓരോ മരുന്നിൻ്റെ ഡോസിനും എത്ര കാലയളവിൽ കൊടുക്കുക എന്നുള്ളതിന് കൃത്യമായ ഗൈഡ് ലൈനുകളുണ്ട്. ഈ ഗൈഡ് ലൈനുകൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി പൂർണ്ണമായും നോർമൽ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ രോഗികളെ കൊണ്ടുവരാം. നമുക്കറിയാം, ഹാർട്ടിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് രക്തക്കുഴലുകൾ ബ്ലോക്കായാണ് ഭൂരിപക്ഷം ഹാർട്ടിന് അസുഖങ്ങളും വരുന്നത്. അതുപോലെ കരളിന് മദ്യപാനം, മരുന്നുകളുടെ ഉപയോഗം എന്നിവ കൊണ്ടാണ് കരളിന് തകരാറ് വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ വൃക്കകൾ തകരാറായാൽ അതിന് ഡയാലിസിസ് വേണം എന്നതിനുപരി അത് എന്തുകൊണ്ട് വന്നുവെന്നോ ഡയാലിസിസ് മാത്രമല്ലാതെ ഇതിന് വളരെയധികം മികച്ച ചികിത്സാ രീതികൾ ഉണ്ടെന്നോ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഞാൻ തിരഞ്ഞെടുത്തത്. വൃക്ക രോഗങ്ങളെ നമുക്ക് മെയിനായി രണ്ടായി തിരിക്കാം: അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും ക്രോണിക് കിഡ്നി ഡിസീസും. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്ന കിഡ്നി തകരാറുകളെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ഇൻഫെക്ഷനുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എലിപ്പനി, ഡെങ്കിപ്പനി, മലേറിയ, ടൈഫോയിഡ് ഇൻഫെക്ഷൻ, ഏത് ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഇതെല്ലാം ശരീരത്തിലേക്ക് ഉയർന്ന അളവിൽ വരുന്നതിന് സെപ്സിസ് എന്ന് പറയും. സെപ്സിസ് വരുമ്പോൾ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ കിഡ്നിക്കും തകരാറ് വരാറുണ്ട്. രണ്ടാമതായി മറ്റ് അവയവങ്ങളുടെ തകരാറ്, അതായത് ഹാർട്ടിന് അസുഖം വരുമ്പോൾ കാർഡിയോ റീനൽ സിൻഡ്രോം, അല്ലെങ്കിൽ ലിവറിന് അസുഖം വരുമ്പോൾ ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം, പാൻക്രിയാസിന് അസുഖം വരുമ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് തകരാറ് വരാം. ഇതിന് പുറമെ വളരെയധികം കണ്ടുവരുന്ന ഒരു ഇതാണ് മരുന്നുകളുടെ ഉപയോഗം മൂലം കിഡ്നിക്ക് വരുന്ന തകരാറ്. ഇത് പ്രധാനമായി വേദന സംഹാരികൾ, ഓവർ ദ കൗണ്ടർ, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകളിലാണ് കാണുന്നത്. അതല്ലാതെ പച്ചമരുന്നുകൾ, നാട്ടുമരുന്നുകൾ, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊടികൾ, ജ്യൂസുകൾ എന്നിവയിലെല്ലാം ഈ കിഡ്നിക്ക് തകരാറ് വരാനുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കും. അപ്പോൾ ഈ പറയുന്ന തകരാറുകളെല്ലാം കിഡ്നിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് വരികയും പലപ്പോഴും ക്രിയാറ്റിൻ്റെ പോലെയുള്ള ടോക്സിനുകളുടെ അളവ് വളരെയധികം ഹൈ ആവുകയും ചെയ്യും. എന്നിരുന്നാലും ഈ അസുഖങ്ങൾ നമ്മൾ കൃത്യമായി ചികിത്സിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പൂർണ്ണമായും ഭേദമാക്കി ഒരു മരുന്നിൻ്റെ പോലും സഹായമില്ലാതെ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ഒ പിയിൽ തന്നെ 15 വരെ ക്രിയാറ്റിനൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ 0.9, 1 മുതലായ ക്രിയാറ്റിൻ വാല്യൂവിലും മൂത്രവും എല്ലാം നല്ലോണം പോയി വരുന്നുണ്ട്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. അതായത് കാലക്രമേണ വന്നു വരുന്ന കിഡ്നിയുടെ തകരാറുകളാണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രമേഹം മൂലമുള്ള കിഡ്നി ഡാമേജുകളാണ്. അതിന് പുറമെ രക്തസമ്മർദ്ദം മൂലമുള്ള ഡാമേജുകളും, പിന്നെ കിഡ്നിയുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന റീനോ വാസ്കുലർ ഡിസീസസ്, അല്ലെങ്കിൽ കിഡ്നികളുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസുകൾ, ഇതല്ലാതെ ഈ പറയുന്ന പോലെ മരുന്നുകളുടെ ഉപയോഗം തുടർച്ചയായി വരുന്നത് കൊണ്ടുള്ള ഡാമേജുകൾ വരാം. അത് പുറമെ ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ ബ്ലോക്ക്, കല്ല് തന്നുള്ള ബ്ലോക്കുകൾ മൂലമുള്ള ഡാമേജുകളാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന്. ഇത് പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ കുറവായിട്ടും വളരെ കാലക്രമേണ ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്ഷീണം, കിതപ്പ്, വിശപ്പില്ലായ്മ പോലുള്ള ലഘുവായ ലക്ഷണങ്ങളെ ഇതിന് കാണുന്നു. ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ പലപ്പോഴും ഇത് നമ്മളുടെ അടുത്തെത്തുമ്പോഴേക്കും അത് ചികിത്സിച്ച് പൂർണ്ണമാക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നമുക്ക് കിഡ്നിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള മെഡിസിനുകൾ, അതായത് ബിപിയോ ഷുഗറോ കൊണ്ടാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാനും, അതുകൊണ്ട് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന യൂറീമിക് ടോക്സിനുകളെ കുറച്ച് വെക്കാനുള്ള മെഡിസിനുകൾ, കിഡ്നിക്ക് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതിലും വൈറ്റമിൻ ഡി പോലെയുള്ള, കാൽഷ്യം പോലെയുള്ള അയോണുകളുടെ അളവ് കൺട്രോൾ ചെയ്യുന്നതിന് നല്ല റോളുണ്ട്. പലപ്പോഴും രക്തം കുറയുമ്പോൾ ഈ കിതപ്പും ക്ഷീണവും കൂടും. അപ്പം രക്തം കൂടാനുള്ള മരുന്നുകളും മറ്റ് കാൽഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള അയോണുകൾ ലെവലിലാക്കാനുള്ള മരുന്നുകളുണ്ട്. മരുന്നുകളിൽ നിൽക്കാത്ത പക്ഷമാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഡയാലിസിസിലേക്കോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുന്ന പോലുള്ള ചികിത്സ, ട്രാൻസ്പ്ലാന്റേഷനിലേക്കോ പോകും. രണ്ട് അസുഖങ്ങളും രണ്ട് തരത്തിലുള്ളതാണ്. അതിലേക്കുള്ള ചികിത്സയും വ്യത്യാസമാണ്. അല്ലാതെ പൊതുവായി കിഡ്നിക്ക് തകരാറ് വന്നാൽ പിന്നെ ഡയാലിസിസിലേക്ക് പോകുന്നു എന്നുള്ള ധാരണ തികച്ചും തെറ്റാണ്. മനസ്സിലാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. വൃക്കയുടെ തകരാർ രൂക്ഷമായാൽ പിന്നെ ഡയാലിസിസ് മാത്രമാണ് പോംവഴി. എന്തൊക്കെയാണ് ഒരു വൃക്കാരോഗിയെ ഡയാലിസിസിലേക്ക് നയിക്കുന്നത്? എന്താണിപ്പോൾ ഡയാലിസിസ് രീതിയിലെ നടപടിക്രമങ്ങൾ? നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് ഡയാലിസിസ് രോഗികളിലെ
AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് എന്ന ചികിത്സാ രീതിയെ പറ്റിയും അതിൻ്റെ ആവശ്യങ്ങളും എല്ലാം നമുക്കെല്ലാം സുപരിചിതമാണ്. ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് അധികമായ വെള്ളം, യുറീമിക് ടോക്സിനുകൾ, അതായത് ശരീരത്തിൽ നിന്ന് ഹാനികരമായി നിൽക്കാവുന്ന ടോക്സിനുകൾ അടങ്ങിയ രക്തം ഒരു ആർട്ടിഫിഷ്യൽ മെംബ്രെയിനിലൂടെ കടത്തിവിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച രക്തം ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇത് ചെയ്യുന്നതിനായി രക്തം പുറത്തേക്ക് എടുക്കാനും അകത്തേക്ക് കയറ്റാനും ഡയാലിസിസ് ആക്സസുകൾ ആവശ്യമാണ്. ആക്സസുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ടെമ്പററി ആക്സസ് എന്നും പെർമനന്റ് ആക്സസ് എന്നും തിരിക്കാം. ടെമ്പററി ആക്സസിന് എന്നാൽ ഡയാലിസിസ് കത്തീഡറുകൾ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ വലിയ രക്തക്കുഴലുകൾ, കഴുത്തിലെയോ തുടയിലെയോ രക്തക്കുഴലുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി ഈ ട്യൂബ് വഴി രക്തം പുറത്തേക്കും അകത്തേക്കും കയറ്റുന്നതിനാണ് ഡയാലിസിസ് കത്തീഡറുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. എന്തെന്നാൽ ഒന്ന്, പുറത്തു നിന്നുള്ളൊരു ട്യൂബാണല്ലേ, അപ്പോൾ അതിന് ചുറ്റും രക്തം കട്ട പിടിക്കാനും അതിന് ചുറ്റും അണുക്കൾ വളരാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി, നമുക്ക് ഒരു 1.5-2 മാസത്തിലുപരിയായിട്ട് ഈ ട്യൂബുകളെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ ഒരു 250-300 ml ബ്ലഡോളം ഓരോ മിനിറ്റിലും എടുക്കേണ്ടി വരും. അത്രയും ബ്ലഡ് നമുക്ക് പലപ്പോഴും ഈ ട്യൂബിൽ കൂടെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഡയാലിസിസിൻ്റെ എഫിഷ്യൻസിയും കുറയും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ മാർഗ്ഗങ്ങളെല്ലാം ടെമ്പററി ആയിട്ട് വരുന്ന കിഡ്നി ഡാമേജുകൾക്കാണ് നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ തുടർച്ചയായ ഡയാലിസിസ്, പെർമനൻ്റ് ആയിട്ടുള്ള ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു രോഗിക്ക് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഫിസ്റ്റുലയെ കാണുന്നത്. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. നമ്മുടെ 99% കൈകളിലാണ് ചെയ്യുന്നത്. കൈയിലെ രക്തക്കുഴലുകൾ തമ്മിൽ, ആർട്ടറിയും വെയിനുകളും തമ്മിൽ ഒരു ചെറിയ മൈനർ സർജറി മൂലം കണക്ട് ചെയ്യുന്നതിനാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്, വാസ്കുലർ സർജനുകളാണ് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തം പുറത്തേക്ക് എടുക്കാനും രക്തം അകത്തേക്ക് കൊടുക്കാനും സാധിക്കും. നമ്മുടെ സ്വന്തം രക്തക്കുഴലായതിനാൽ അതിൽ ഇൻഫെക്ഷൻ വരാനോ ക്ലോട്ടിങ് വരാനോ ഉള്ള സാധ്യതകളെല്ലാം മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. രണ്ടാമതായി, ഇത് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ കിടക്കാം. ഒരു പക്ഷേ ഡയാലിസിസ് വേണ്ടാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ അപ്പോഴും ഇത് കയ്യിൽ ഈ ഫിസ്റ്റുല ഇരുന്നുകൊള്ളും. അതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനും പോകുന്നില്ല. നാലാമതായി, 300-ൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ വളരെ സുതാര്യമായി നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടും മറ്റ് മെത്തേഡുകളെ ഉപേക്ഷിച്ച് ഫിസ്റ്റുല ഒരു പടി മുന്നിലാണ്. എന്തുകൊണ്ട് ഫിസ്റ്റുലയെ പറ്റി ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു എന്നാൽ, പലപ്പോഴും നമ്മുടെ OPയിൽ വരുന്ന പേഷ്യൻസ് ഫിസ്റ്റുല ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഡയാലിസിസ് ആണ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിചാരത്തിൽ ഫിസ്റ്റുല ചെയ്യാൻ മടിക്കും. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, കിഡ്നി രോഗങ്ങൾക്ക് ലക്ഷണങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ നമ്മൾ എപ്പോഴും ഒരു പടി മുൻപേ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക നെഫ്രോളജിസ്റ്റുകളും ഒരു 6 മാസം മുൻപേ തന്നെ ഫിസ്റ്റുല പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാൽ ഈ ആർട്ടറിയും വെയിനും തമ്മിൽ യോജിച്ച് രക്തം നല്ലതായി ഓടി ഫിസ്റ്റുല മുറിവുണങ്ങി ഫങ്ഷനിങ് ആകാൻ ഒരു 4 മുതൽ 6 ആഴ്ച വരെ എടുക്കും. ഇതിനെയാണ് AV ഫിസ്റ്റുല മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു രോഗിക്ക് മുൻപേ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത് വെച്ചാലേ നമുക്ക് വേണ്ടി വരുന്ന സമയത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് വേണ്ടി വരുന്ന സമയത്ത് ഫിസ്റ്റുല വഴി ഡയാലിസിസ് ചെയ്ത് 2-3 ദിവസം അഡ്മിറ്റായി ഡിസ്ചാർജ് ആകാം. അല്ലാത്ത പക്ഷം പലപ്പോഴും ഈ അസുഖം കൂടി ICUയിലേക്ക് അഡ്മിറ്റായി കഴുത്തിലൂടെ ട്യൂബ് വിട്ട് ബ്ലീഡിങ് ചെയ്ത് അങ്ങനെ കോംപ്ലിക്കേഷൻസ് വേറെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഒഴിവാക്കാനും സാമ്പത്തികമായും മാനസികമായും പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ AV ഫിസ്റ്റുല ചെയ്യാൻ പറയാറുള്ളത്. ഈ തെറ്റിദ്ധാരണ മാറ്റണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഫിസ്റ്റുലയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഇനി അങ്ങോട്ട് ഫിസ്റ്റുല ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മുടെ കിഡ്നി പേഷ്യൻസിൻ്റെ അവസാന വാക്കല്ല. പലപ്പോഴും അതിൻ്റെ ആ തീവ്രത കുറയുമ്പോൾ നമുക്ക് തിരിച്ച് ഫിസ്റ്റുല ഡയാലിസിസ് വേണ്ടാത്തൊരവസ്ഥ വന്നാൽ കയ്യിലെ ഫിസ്റ്റുല കിടന്നുകൊണ്ട് തന്നെ മരുന്നുകൾ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതുമാണ്. കുറച്ചെങ്കിലും തെറ്റിദ്ധാരണകൾ അകറ്റാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി. 10-12 ക്ലാസുകളിലെ നിർണായകമായ അവസാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ സെഗ്മെൻറ്റ്. എക്സാം അടുത്തു വരുമ്പോൾ കുട്ടികളുടെ ദിനചര്യകളെയും പഠനം മാറ്റും. പഠനമെന്ന മെൻ്റൽ പ്രോസസ്സിൽ കുട്ടികൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്.
അവ എന്തൊക്കെയാണെന്ന് വിശദമാക്കുകയാണ് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF. നമസ്കാരം, എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയർ അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ഒരു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിനുശേഷം സബ്സിക്വൻ്റ്ലി കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ, വിദ്യാർത്ഥികളെല്ലാവരും തന്നെ പഠനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്തിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും ഫലപ്രദമായി യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ മോഡൽ എക്സാമുകൾക്കൊക്കെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ നടക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാം റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഉണ്ടാക്കാം എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മളൊരു റെഗുലർ ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാം അടുത്ത് വരുമ്പോൾ കൂടുതൽ സമയം പഠിക്കുക, ദൈനംദിന ദിനചര്യകളൊക്കെ മാറുക, അതിനേക്കാൾ ഉപരി ഒരു ലോങ് ടേം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ദിനചര്യ നമുക്കുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ സമയം പഠിക്കുന്നത് ആക്ച്വലി വളരെ വലിയൊരു മെൻ്റൽ പ്രോസസ്സാണ്. അപ്പം അതിനനുസരിച്ചുള്ള ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷീണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്രയും അലേർട്ടായിട്ടും ആക്റ്റീവായിട്ടും ഇരുന്ന് പഠിക്കുന്നതിന് സഹായിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും നമ്മുടെ പഠനവും കുറെ കൂടെ എഫിഷ്യൻ്റ് ആക്കും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഉറക്കത്തിന് വേണ്ടുന്നതായിട്ടുള്ള സമയം കൊടുക്കുക. ഒരു 6 മണിക്കൂർ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും മിനിമം 6 മണിക്കൂർ ഒരേ സമയത്ത് ഉറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു 10-നും 11 മണിക്കൂർ ഇടയ്ക്ക് ഉറങ്ങുക, രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പൊ കഴിവതും ഏറ്റവും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തറവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഒരു നിശ്ചിത സമയം ഇതുവരെ നോക്കാത്തതായിട്ടുള്ള പോർഷൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാം കൂടെ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പഠിച്ചു തീരാത്ത സാഹചര്യം വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ച ഏരിയകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് തറവാക്കുകയും അഡീഷണലി ഒരു ചെറിയ ശതമാനം സമയമെടുത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുക. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളത് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 5-10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം പോലെ അത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് സാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് പോലെ, മോഡൽ എക്സാം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സാമിന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, പാരൻസിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു സമയം ഒരു പ്രഷറിനുള്ളൊരു സമയമല്ല. മാക്സിമം ഒരു എൻകറേജ് ചെയ്തുകൊണ്ട് ഔട്ട്കത്തിനകത്ത് ഫോക്കസ് ആവാതെ കോമ്പറ്റേറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കുട്ടികളൊക്കെ നടത്തേണ്ടത്. എൻ്റെ സൈഡ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റായിട്ട് പഠിക്കുന്നു, ഇനിയും പഠിക്കും, ആ ഒരു രീതിയിൽ ഉള്ളൊരു സമീപനം ഉണ്ടാകും. അല്ലാതെ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ലൈഫ് അതോടുകൂടെ തീരുകയാണ് എന്നുള്ള രീതിയിൽ പഠിക്കരുത്. കാരണം അത് നിങ്ങളുടെ എക്സാമിൻ്റെ പെർഫോമൻസിന് എഫിഷ്യൻസിയൊക്കെ ബാധിച്ചേക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ പാർട്ട് എന്നാലാവുന്ന വിധം ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും മാക്സിമം ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ആരോഗ്യം ആനന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കാം അടുത്തയാഴ്ച ഇതേ സമയം.